ബിഷപ്പ് കെ പി യോഹന്നാൻ, സഹോദരങ്ങളായ കെ പി ചാക്കോ, കെ പി മാത്യു എന്നിവരടങ്ങിയ ഗോസ്പൽ ഫോർ ഏഷ്യ ട്രസ്റ്റ് 2007 വരെയുള്ള കാലയളവിൽ അമേരിക്കയിലെ ടെക്സാസിൽ നിന്ന് 1044 കോടി രൂപ സംഭാവനയായി സ്വീകരിച്ചിരുന്നു. ഈ പണം ഉപയോഗിച്ച് കേരളത്തിനകത്തും പുറത്തും വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടിയതായി ആഭ്യന്തര വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ ഇടപാടുകളിൽ ദുരൂഹത ഉള്ളതിനാൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി കെ രമണി 2008 ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകി. ഈ സാഹചര്യത്തിലാണ് ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിന് 16/5/2012 ഉത്തരവിട്ടത്. അന്വേഷണത്തിനെതിരെ കെ പി യോഹന്നാൻ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അന്വേഷണം നടത്താനായിരുന്നു കോടതിയുടെയും വിധി. വിദേശ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ടോ, ഭൂപരിഷ്കരണ നിയമത്തിന്റെ ലംഘനം നടന്നിട്ടുണ്ടോ, മറ്റു നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നിവ അന്വേഷിക്കാനായിരുന്നു ഉത്തരവ്. ADGP ക്രൈംസ്, കോട്ടയം ക്രൈംബ്രാഞ്ച് SP എന്നിവർക്കായിരുന്നു അന്വേഷണ ചുമതല. എന്നാൽ FIR പോലും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. കേസ് അട്ടിമറിക്കപ്പെട്ടതായി അന്വേഷണ വിവരങ്ങൾ ആരാഞ്ഞ വിവരാവകാശ പ്രവർത്തകൻ ആരോപിക്കുന്നു. എന്ത് നടപടി സ്വീകരിച്ചു? കെ പി യോഹന്നാന്റെ കോടിക്കണക്കിന് രൂപ കേരള ആഭ്യന്തര വകുപ്പും അതിൻ്റെ അനുസരിച്ചുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൈപ്പറ്റിക്കൊണ്ട് ഈ അന്വേഷണത്തിനെ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. കോട്ടയം ക്രൈംബ്രാഞ്ചിൽ DYSP തലത്തിൽ അന്വേഷണം നടക്കുന്നതായും കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നുമാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഉത്തരവിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിന് പിന്നിൽ ഉന്നതതല ഗൂഢാലോചന നടന്നുവെന്നാണ് ആരോപണം. ക്യാമറ പേഴ്സൺ മാഹിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.